ഹായ്, ഇത്തരത്തിലുള്ള വട നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വായോ, ഇപ്പൊ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കഴുകി വെള്ളം കളഞ്ഞു വെച്ച റാഗിയുടെ വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പുപൊടി വെതറി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടപ്പത്ത് കിടന്നിട്ടൊന്ന് വേവട്ടെ. ഇത് വെന്ത് വരുന്നോട് കൂടി തന്നെ അതിലത്തെ വെള്ളം മുഴുവനും വറ്റിപ്പോയിട്ടുണ്ട്. കുഴയ്ക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു സബോള സ്ലൈസായി അരിഞ്ഞത് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുനുകുനുന്നനെ അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കറിവേപ്പില, അതും 2 തണ്ട് കൊണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വെതറിയും കൂടി ഇട്ടു. പിന്നെ ചെറിയൊരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തു. ഇനി സബോളയും മിളകും എല്ലാം കൂടി നന്നായി ഒന്ന് തിരുമ്മി ഉടച്ച് മിക്സ് ചെയ്യാം. ഒരു ഐറ്റം കൂടി ഇടാൻ മറന്നു. എന്താണത്? കായംപൊടി. ഇനി കുറച്ച് കായംപൊടി നമുക്കിതിൽ വെതറി കൊടുക്കും. ഇനി കായംപൊടി ഇട്ടിട്ട് മതി മിക്സ് ചെയ്യല്. അപ്പോൾ ഇനി ഈ കായംപൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കുഴയ്ക്കുമ്പോൾ കൈ ഒട്ടി പിടിക്കാതിരിക്കാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുഴച്ച മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഉഴുന്നടയുടെ ഷേപ്പാക്കിയിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം. 2 വട വീതം ഇടാവുന്ന അത്ര വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിൽ ഒഴിച്ചത് കേട്ടാ. ഇനി ഇത് മൊരിയണ വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ട് വേവിക്കാം. ഇത്തരത്തിലുള്ള റാഗി വടയൊന്നും നമുക്ക് കടയിൽ നിന്ന് കിട്ടില്ല കേട്ടാ. എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണ പലഹാരമാണിത്. എണ്ണ പലഹാരമാണെങ്കിലും റാഗി ആയതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഇതിന്റെ ടേസ്റ്റ്. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചിട്ട് ഇത് ഒരുവിധം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ടിഷ്യൂ പേപ്പർ വിരിച്ചൊരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിലുള്ള എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ 2 എണ്ണം വീതിട്ടിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ആദ്യത്തേത് ഇപ്പൊ ചൂടാറിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് പൊട്ടിച്ച് നോക്കാം. ഇതിപ്പോ ഉള്ളിൽ നന്നായി വെന്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ചൂട്ടോട് കൂടി കഴിക്കുകയാണെങ്കിൽ പുറമെ നല്ല ക്രിസ്പി ആയിട്ടും കഴിക്കാം. എല്ലാവരും ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണ പലഹാരം വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കൂലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.